ഹലോ, എൻ്റെ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഗോവ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ റൂമെത്തി കുളിച്ച് ഫ്രഷായിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ്. അതിനിടയ്ക്ക് തന്നെ സ്വിമ്മിംഗ് പൂളിലിട്ട് അടിച്ച് വൈബാക്കി നല്ല എന്താ പറയുക, നല്ലൊരു നമ്മളെന്താ ശാന്തമാക്കിയ പോലെയായി. അതിനുശേഷം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി വണ്ടി പോകാനായിട്ട് കുറേ സ്ഥലങ്ങൾ കാണാൻ പോയിട്ടോ. എന്നിട്ട് ഞങ്ങൾ ബസ്സിലാണ് പോയത്. എന്നിട്ട് ബസ്സിലെ കുറേ കാഴ്ചകളും പിന്നെ ഡാൻസ് പാട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലാണ് കേട്ടോ. ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ കുറേ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആദ്യം കാണുമ്പോൾ നമ്മുടെ സാധാ ലോക്കലായിട്ടുള്ള ഇവിടെ കാണുന്ന പോലത്തെ ഒരു കടയായിരിക്കും. പക്ഷേ മോളിൽ പോകുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വന്തം വിട്ടുപോയി. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്സ് ഉണ്ട്. ടീഷർട്ട്സ്, ലിപ്സ്റ്റിക്സ്, ബ്രാൻഡ്സ്, മേക്കപ്പ്സ് കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീഷർട്ട് വാങ്ങി ഏട്ടന്. പിന്നെ എനിക്കെന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ച് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങാൻ പോയി. പക്ഷേ പറ്റിയില്ല, കുറച്ച് റേറ്റ് കൂടിയതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് വന്നു. ഇനി അടുത്ത വർഷം പോകുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടോ. അപ്പം മാർക്കറ്റിലൊക്കെ പോയി കുറേ കൊയ്യാക്കിയൊക്കെ വാങ്ങി. അതെല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് കറങ്ങാൻ പോയിട്ടോ. ഈ ബീച്ചുകളുടെ പേരൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞങ്ങൾ അടിച്ച് പൊളിച്ചു. പക്ഷേ എനിക്കൊരു വ്യത്യാസം തോന്നിയത്, ഈ ബീച്ച് രാവിലെ പോകുന്നതിനെക്കാട്ടി നല്ലത് ഉച്ചയ്ക്ക് പോകുന്നതിനെക്കാട്ടി നല്ലത് വൈകുന്നേരം പോകുന്നു എന്നായിരുന്നു. കാരണം എന്താ പറയുക, അവിടെ മൊത്തം വെയിലാണ്. മനുഷ്യൻ്റെ കണ്ണും തലയൊക്കെ പുകയാണ്. കാരണം അത്ര വെയിലുകൊണ്ട് നമ്മൾ ചത്തുപോകും. എനിക്ക് മടുത്തു ബീച്ചിൽ പോയിട്ട്. നമ്മൾ കുറേ തവണ നിറയെ ബീച്ച് കണ്ടു. എന്നാലും കുറേ ബീച്ചൊന്നും കാണിച്ചിട്ടില്ല, എങ്കിലും ഞങ്ങൾ കുറേ ബീച്ച് പോയി. അത് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിരുന്നു. പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ ഇവിടെ എന്തോ ബീച്ച് തന്നെയാണിത്. ബീച്ചിൻ്റെ അടുത്തൊരു കോട്ട പോലെ എന്തോ ഉണ്ട്. എൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിന് ഈ ഒരു കോട്ട പോലെ ഉള്ളത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മീലപ്പുഴ എത്തിയിട്ട് ഈ ഒരു താഴത്തെ ഈ ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ ഈ ബീച്ചിൻ്റെ താഴെയുള്ളൊരു സംഭവം നോക്കാൻ അടിപൊളിയാണ്. പിന്നെ വെയിലൊക്കെയാണെന്നൊക്കെ പറയാം, പക്ഷെ ആ വ്യൂ പോയിൻ്റുള്ള ആ മേലെ എത്തുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ വരാറുണ്ട്. എങ്കിലും നന്നായി ഒന്ന് എൻജോയ് ചെയ്തു, ബീച്ചൊക്കെ കണ്ട് അടിച്ച് പൊളിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കാണാൻ പോയ സ്ഥലമാണ് ബസീല ഓഫ് ബോം ജീസസ് ആണ്. ഈ ബസീല ഓഫ് ബോം ജീസസ് ഇൻ ഗോവ നിർമ്മിച്ചത് 1605 യുനെസ്കോയുടെ ലോക പൈതൃക സെറ്റായ ഗോവയിൽ ഏറ്റവും പഴയ പള്ളിയാണ്. ഗോവയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ചരിത്ര സ്മാരകമാണ്. സങ്കീർണമായ കൊത്തുപണികളും മനോഹരമായ ഫ്രൈസ്കാക്കളും ഉണ്ട്. എന്തുകൊണ്ടാലും ഈ ഒരു വ്യൂ പോയിൻ്റ് അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു ബസീല ഓഫ് ബോം ജീസസിൻ്റെ പള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ വിട്ടില്ല. എങ്കിലും ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ സ്വർണം കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ്. ആദ്യമായിട്ട് ഞാനൊരു ക്രിസ്ത്യൻ പള്ളി കയറുന്നത്. എങ്കിലും ഒരു അടിപൊളി പറഞ്ഞാൽ എനിക്ക് എന്തോ സ്വർഗത്തിലെത്തിയ പോലെ. എന്തായാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഞാൻ കയറിയ സമയത്ത് കിട്ടിയൊരു വീഡിയോ ആണത്. ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ബസീല ഓഫ് ബോം ജീസസിൻ്റെ ഒരു എന്താ പറയുക, ഫ്രണ്ട് വഴി. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും വൈകുന്നേരം സമയത്ത് ഒരു ബീച്ചിൽ കാണാൻ പോയി. നല്ല ഈവനിങ് ആയതുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയായിരുന്നു അത്. എന്നാലും ഇഷ്ടപ്പെട്ട് അടിച്ചു പോ. അപ്പോൾ നമ്മൾ ഗോവയിലെ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. മഡ്ഗോവിലാണ് നിൽക്കുന്നത്. ഭക്ഷണം കഴിച്ച് ഇനി 12 മണി വരെ ഇവിടെ നിൽക്കണം, എന്നിട്ട് ട്രെയിൻ കയറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ ഗോവ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ.